അങ്ങനെയാണ് പാളയം എന്ന സ്ഥലമുണ്ടാകുന്നതും അവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായത്. പിന്നീട് പട്ടാള ക്യാമ്പ് തിരുമലയ്ക്ക് സമീപം പാങ്ങോട് എന്ന സ്ഥലത്തേക്ക് മാറ്റി. പിൽക്കാലത്ത് ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായെങ്കിലും പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് രാജഭരണം ആയതിനാൽ അന്നും പട്ടാള കേന്ദ്രം പാളയത്ത് തന്നെ തുടർന്നു. അക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അണിനിരന്നു. 1814 സ്വാതി തിരുനാൾ മഹാരാജാവ് നാട് ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായി ഒരു പള്ളി പാളയത്തുയരുന്നത്. പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ്. ഈ മസ്ജിദ് ഉണ്ടായി 60ഓളം വർഷങ്ങൾ കഴിഞ്ഞാണ് തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളി പണിയപ്പെട്ടത്. അത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്തായിരുന്നു. അതാണ് ഇന്ന് കാണുന്ന സെൻറ്റ് ജോസഫ് പള്ളി. അങ്ങനെ 3 മതങ്ങളിലും പെട്ട സൈനികർക്ക് ആരാധിക്കുവാൻ നിർമ്മിച്ച ദേവാലയങ്ങൾ ഇന്നും